സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പ്രേക്ഷകർക്കുള്ള സംശയമാണ്. ഭൂരിപക്ഷം ആളുകൾക്കും ഇതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയുമില്ല. ചേട്ടാ, ശരിക്കും എന്താണ് ഈ എക്സിറ്റ് പോൾ? ഇതെങ്ങനെയാണ് നടത്തുന്നത്? ഈ സംശയം NS മാധവന് പോലും രൂപപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നത്, ഈ എക്സിറ്റ് പോൾ തുടങ്ങിയ സാമ്പിൾ സർവേയിൽ കേരളത്തിൽ എവിടെയാണ് നടക്കുന്നത്? ഇന്ന് വരെ എന്നോടോ എനിക്ക് പരിചയമുള്ള ആളുകളോടോ അവർക്ക് പരിചയമുള്ളവരോടോ ചോദ്യാവലിയായി ആരും സമീപിച്ചിട്ടില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? എന്താണ് എക്സിറ്റ് പോൾ? അല്ല, NS മാധവൻ സാറ് ചോദിച്ചേക്കുന്നത് കറക്റ്റാണ്. പക്ഷെ അതിൽ തെറ്റിദ്ധാരണ പടുത്തുന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, എക്സിറ്റ് പോളൊക്കെ കൃത്യമായിട്ട് നടത്താൻ കഴിയുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ സർവേകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്, ഗൗതത്തിനറിയാലോ. ആ സർവേകൾ ചെയ്യുകയും ആ സർവേകളുടെ റിസൾട്ട് പറഞ്ഞിട്ട് അത് പെർഫെക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലമ്പൂരിൽ നമ്മളങ്ങനെ സർവേ നടത്തിയതാണ്. അപ്പോഴാണ് 32,000 വോട്ടുകൾക്ക് അവിടെ UDF ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയത്, PV അൻവർ കൂടെ നിൽക്കുമ്പോൾ. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നമ്മുടെ നിഗമനം മാത്രമാണ്. രണ്ടാമത്തത്, ഇപ്പോൾ ഈ കാലിക്കറ്റ് കോർപ്പറേഷനിൽ നമ്മൾ ഇതുപോലെ തന്നെ സർവേകൾ നടത്തുകയും കൃത്യമായി ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് എടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ 26 സീറ്റാണ് കിട്ടുക എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് 31 വരെ ആകാം, 26 മുതൽ 31 വരെ ആകാമെന്ന് പറഞ്ഞിരുന്നു. എന്നോട് നിരവധി നേതാക്കൾ തർക്കിച്ചിരുന്നു 41 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഭരണം പോകുന്നുണ്ട്. ഭരണം പോവില്ല, അത്രയും അവർക്ക് അത്രയും അവർക്ക് താഴെ പോകില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ അവിടെയുള്ള മേയർ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആൾ തോക്കുമെന്നൊക്കെ പറഞ്ഞു. 26 സീറ്റാണ് കൃത്യം കിട്ടിയത് UDFന്. 5 സീറ്റുകൾ പോയത് കേവലം 143 വോട്ടുകൾക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് കൃത്യമായിട്ട് നടത്താൻ പറ്റും. ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത്, അല്ല, ഇത് ആളുകളുടെ ഒരു മൈൻഡ് മാനിപ്പുലേറ്റിംഗ് അല്ലേ? അല്ല, എക്സിറ്റ് പോൾ മൈൻഡ് മാനിപ്പുലേറ്റിംഗ് അല്ല. ഞാൻ എക്സിറ്റ് പോളിലേക്ക് വരാം. ആദ്യം തന്നെ പ്രീ പോൾ സർവേകളൊന്നും പറഞ്ഞിട്ട് എക്സിറ്റ് പോളിലേക്ക് വരാം. ഇപ്പോൾ പ്രീ പോൾ സർവേകൾ നടത്തുമ്പോൾ ഒരു മണ്ഡലത്തിൽ 2 ലക്ഷം വോട്ടർമാരുണ്ടെങ്കിൽ ഒരു 300-ഓ 350-ഓ സാമ്പിൾ സൈസ് ഉണ്ടെങ്കിൽ പോലും അത് കറക്റ്റ് ആവും. മനസ്സിലായോ? അത് കറക്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാമ്പിളുകൾ എടുക്കുന്നതിലാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇരിക്കുന്നത്. അതായത് എല്ലാ റെപ്രസെൻറ്റേഷൻ വേണം, മതപരമായ റെപ്രസെൻറ്റേഷൻ വേണം, ജെൻഡർ വൈസുള്ള റെപ്രസെൻറ്റേഷൻ വേണം, സ്ത്രീകളും പുരുഷന്മാരുടെ അനുവാദം കൃത്യമായിരിക്കണം, കൂടാതെ നമ്മൾ എടുക്കുന്ന ഏരിയകൾ ഡിഫറൻ്റ് ആയിരിക്കണം. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇപ്പം നമ്മളൊക്കെ സർവേ എടുത്തുമ്പോൾ ഒരു 300-350 സാമ്പിൾ സൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 2,500 പേരെങ്കിലും കണ്ടിട്ടാണ് അതിൽ നിന്ന് കൃത്യമായിട്ട് സാമ്പിളുകൾ ഏതാണെന്ന് പോലും തിരിച്ച് അറിയുന്നത്. അപ്പോൾ അതൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അത് ശരിക്കും നല്ല പണം ഇറക്കി തന്നെ ചെയ്താലേ മാത്രമേ അത് സാധ്യമാകുള്ളൂ. നമ്മളോടൊന്നും വന്ന് ചോദിക്കുന്നു. അതെ, അതിന് പ്രധാനപ്പെട്ട ഇപ്പം ഇത് സംഭവിക്കുന്നത് പറഞ്ഞുതരാം. ഇപ്പം ഈ കഴിഞ്ഞ ഇലക്ഷനെ ഗോത്രയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പാർട്ടികൾ ഇപ്പം മത്സരിച്ച 2 സ്ഥാനാർത്ഥികളുടെ വർക്ക് ഞാൻ ചെയ്തില്ല. ആ ചെയ്യാത്തതിൻ്റെ കാര്യം അവിടെ ഒന്ന് പഠിച്ചിട്ട് രേഷ്യോ ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ഒരു എമൗണ്ട് പറഞ്ഞു. ആ എമൗണ്ടിനേക്കാൾ പകുതിയോ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ കുറഞ്ഞ എമൗണ്ടിലോ വേറെ ആളുകൾ എടുക്കാൻ ഉണ്ട്. ആ എടുക്കാനുള്ളവർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി വർക്കേ ചെയ്യുള്ളൂ. കാരണം ഇതിന് തെളിവൊന്നും ഹാജരാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ പകുതി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അടപടലം തെറ്റും. അതായത് നിങ്ങൾ പറയുന്ന ഒരു പ്രപ്പോർഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 95% വരെ ഇത് ശരിയാകാം, 100% ഒന്നും ശരിയാകും എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ എത്ര കുറക്കുന്നോ അതിൽ 80 വരെ എന്ത് ചെയ്യുള്ളൂ, ശരിയാവുള്ളൂ. ഇനി ഒരു കോമഡി പറയാം താങ്കളോട്. ഇപ്പോൾ ഈ പീപ്പിൾ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സർവേ നടത്തി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പീപ്പിൾസ് ഇൻസൈറ്റ്, അവരുടെ എൻകോസ്റ്റ പീപ്പിൾസ് ഇൻസൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. എൻകോസ്റ്റ എന്ന് പറയുന്ന സർവേ ആണ്. അവരാണ് പഞ്ചാബിലുള്ള ഏജൻസിയാണ്. അവരിവിടെ ഒന്ന് സർവേ എടുത്തത്. അവർ പറഞ്ഞേക്കണമെന്ന് അറിയാം, BJPക്ക് 14 സീറ്റ് കിട്ടുമെന്നാണ്. 14 സീറ്റ്. അതുപോലെ UDF 66 മുതൽ 76 വരെ കിട്ടും. LDFന് ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ കിട്ടും, അല്ലെങ്കിൽ അതിന് താഴെ കിട്ടുമെന്നാണ് പറഞ്ഞേക്കണം. ഇവരെത്ര പേര് ഇവരുടെ സാമ്പിൾ എടുത്തേക്കണെന്ന് അറിയാം? 600 പേര്. 600 പേര് പറഞ്ഞ 612 പേര്. 3.5 കോടി ജനങ്ങളുണ്ട്. അപ്പൊ 612 പേരോട് ചോദിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു മണ്ഡലത്തിലിപ്പോൾ എത്ര പേര് എടുത്തിട്ടുണ്ട്, അത് ആലോചിച്ച് നോക്കണം. അല്ല, നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ഒരുപാട് സർവേകൾ കണ്ടു, ഇപ്പൊ എക്സിറ്റ് പോളുകൾ നമ്മൾ കണ്ടു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ 610-ഉം 1000 പേരാണ്. അല്ലല്ല, എല്ലാവരും അങ്ങനെയല്ല. ഇപ്പൊ മാതൃഭൂമിയുടെ സർവേ ഏതാണ്ട് 22,000-ഓളം ആളുകൾ എടുത്താണ്. ഞാൻ പറഞ്ഞ പ്രീ പോൾ സർവേ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ പീപ്പിൾ സോഫ്റ്റിന്റെ അടുത്ത കണക്കിലേക്ക് വരും. ഇവർ പറഞ്ഞേക്കണത് അറിയോ? 14 എണ്ണം BJPക്ക് കിട്ടുമെന്നാണ്. 10 മുതൽ 14 വരെ കിട്ടും. അതുപോലെ തന്നെ അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 18% അവർക്ക് കിട്ടുമെന്നാണ്. ഏത്? ഈ 600-ൽ 18% പേരാണ്. അപ്പോൾ ഇത് എങ്ങനെ ശരിയാവുമെന്നാണ് ഈ പറയുന്നത്. ഇനി ഇതൊക്കെ പോട്ടെ, ഇപ്പം ആക്സിസ് ബൈ ഇന്ത്യയുടെ മറ്റേ സർവേ വന്നിട്ടുണ്ട്. ഏതാണ്? മറ്റേ എക്സിറ്റ് പോൾ സർവേ എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കണമെന്ന് അറിയാമോ? എക്സിറ്റ് പോൾ സർവേ കേരളത്തിൽ എടുക്കണമെങ്കിൽ മിനിമം ഒരു 1,500-1,600 ആളുകളെങ്കിലും വേണം ആ ദിവസം നമുക്ക് വേണം. കാരണം എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇറങ്ങി നേരെ വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് സംസാരിച്ച് അവരുടെ ഒപ്പീനിയൻ എന്താണ്, കഴിഞ്ഞ തവണ അവർ ആർക്ക് വോട്ട് ചെയ്തു, ഇത്തവണ ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ള അടക്കമുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. മനസ്സിലായി. ഇതിപ്പോ ഒരു ഏജൻസി ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക.
ഇവരെങ്ങനെയാണ് ഇത് ആളുകൾ ഏത് ആളുടെ അടുത്താണ് പോകേണ്ടത്, ആരുടെ അടുത്താണ് ചോദിക്കേണ്ടത്? ഇപ്പൊ NS മാധവന്റെ അടുത്തൊന്നും വന്നിട്ടില്ല എന്നാ പറയുന്നത്. അല്ല, ഇത് NS മാധവന്റെ അടുത്തല്ല, ഈ കേരളത്തിലുള്ള മറ്റേ 99% ആളുകൾ ഇതിനെ കുറിച്ച് ആരുടെ കാരണം ഇത് 600 പേരെടുത്ത് പോയി തോന്നി ആരെടുത്താൽ. അല്ല, ആരാണ് ഇതെങ്ങനെ സെലക്ട് ചെയ്യുന്നത്? ഇതിലൊരു ഇതിലില്ലേ 1000, 1200 ഇത്രയും പേരുണ്ടല്ലോ. ഈ 1200 പേര് ആരാണ്? ഇവരെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇവർ അതിന്റെ ഒരു ഇതെന്താ? അല്ല, അത് പറഞ്ഞുതരാം. അതൊരു റാൻഡം സാമ്പിളിംഗ് ആണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു മണ്ഡലം എടുത്ത് വെക്കുന്നു. ഇപ്പൊ എറണാകുളം മണ്ഡലമാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരം ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ കാലിക്കറ്റ് ആണെന്ന് വിചാരിക്കും. കാലിക്കറ്റ് സൗത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലുള്ള ഇപ്പൊ 1217 ബൂത്തുകളുണ്ട്, അല്ലെങ്കിൽ അത്തരം ബൂത്തുകളുണ്ടെങ്കിൽ അത്ര പോളിംഗ് സ്റ്റേഷനുകൾ എത്ര ഉണ്ട് നോക്കിയിട്ട് അതിൽ എവിടെയൊക്കെ പോകണം. കാരണം എവിടെയൊക്കെ പോകണം എന്ന് ഇരിക്കുമ്പോൾ ഇപ്പൊ കണ്ണൂരുള്ള മണ്ഡലത്തിൽ നമ്മൾ ചെയ്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 500 പേര് ഒരു ബൂത്തിൽ ചെന്ന് കണ്ടിട്ട് ഒരു കാര്യമില്ല. കാരണം ആ ബൂത്ത് CPM-ന്റെ ബൂത്താണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ഹോൾഡറുള്ള ബൂത്താണെങ്കിൽ തെറ്റായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഒരു ഹോംവർക്കിന്റെ ആവശ്യമുണ്ട്. അതായത് ഏത് ഏരിയകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെല്ലേണ്ടത്. ഇപ്പോൾ മാതൃഭൂമിയൊക്കെ സർവേ നടത്തിയതിൽ താങ്കൾ പറഞ്ഞ ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടുണ്ട്. അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പഞ്ചായത്തുകൾ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവൽ വർക്ക് കൃത്യമായി നടത്തിയിട്ട് പഞ്ചായത്തുകളിൽ ഏത് പഞ്ചായത്തുകളാണ് നിഷ്പക്ഷമായി നിൽക്കുന്നത്, അവരിൽ എത്രത്തോളം വോട്ടുകൾ ഫ്ലക്ച്വേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ആ പഞ്ചായത്തുകൾ മാത്രം, അല്ലെങ്കിൽ ആ പഞ്ചായത്തുകളിലെ 10 വാർഡുകൾ മാത്രം ഒരു സ്പെസിമെനായി എടുത്തുകൊണ്ടുള്ള സർവേ ആണ് ചെയ്തേക്കണം. ഇപ്പം നമ്മൾക്ക് അറിയാമല്ലോ, ഇപ്പം പാലക്കാട് നമ്മളതുപോലെ സർവേ എടുത്തിട്ടുണ്ടെങ്കിൽ പാലക്കാട് നമുക്കറിയാം ഇപ്പം കണ്ണാടി പഞ്ചായത്തിൽ ആർക്കായിരിക്കും ഭൂരിപക്ഷം, അല്ലെങ്കിൽ വലിയ ഹോൾഡറുള്ള ആർക്കാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അപ്പോൾ അങ്ങനെ അല്ലാത്ത നിഷ്പക്ഷമായിട്ടുള്ള ബൂത്തുകൾ അല്ലെങ്കിൽ പഞ്ചായത്തുകൾ മാത്രം നോക്കിയെടുത്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് കുറവാണെങ്കിൽ അത് മാത്രം വെച്ചുകൊണ്ട് സർവേ നടത്താം. അങ്ങനെയാണ് മാതൃഭൂമിയൊക്കെ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇത് പലതരത്തിലുള്ള സർവേകളുണ്ട്. ആ സർവേകളാണ്. പിന്നെ എക്സിറ്റ് പോളിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. എക്സിറ്റ് പോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എക്സിറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് സർവേ എടുക്കണം. അതായത് അവിടെ നിന്ന് വരുന്ന ആളുകളിൽ നിന്ന് സർവേ എടുക്കണം. ഈ സർവേ ഒന്ന് കൃത്യമായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയ പണം ആവശ്യമുണ്ട്, അത്രയും ആവശ്യമുണ്ട്. പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങി അതും ഒരു കാര്യമുണ്ട്. ഒരാളെ നമ്മളിവിടെ ഏർപ്പെടുത്തിയാൽ ഒരു ബൂത്തിൽ തന്നെ അവന് കയറിയാൽ പോരാ. കാരണം ഒരു ബൂത്തിൽ നിന്ന് 10 പേരുടെയും അടുത്ത ബൂത്തിൽ നിന്ന് 10 പേരുടെ അടുത്ത ബൂത്തിൽ നിന്ന് 10 പേരുടെ എന്ത് ചെയ്യണം, എടുക്കണം. അങ്ങനെ എടുക്കണമെങ്കിൽ എത്ര ആളുകൾ വേണം? അതായത് വോട്ട് ചെയ്ത ആളുകളിൽ നിന്ന് എടുക്കുന്നതാണ് എക്സിറ്റ് പോൾ സർവേ. പക്ഷേ സത്യം പറയണമെങ്കിൽ ഇപ്പൊ ആക്സിസ് ബാങ്ക് ഇന്ത്യയുടെ സർവേ ഇല്ലേ, ഞാൻ തുറന്നു പറയാതാണ്, ആക്സിസ് ബാങ്ക് ഇന്ത്യയുടെ സർവേ ഇല്ലേ, അത് എക്സിറ്റ് പോൾ സർവേ അല്ല, അത് പോസ്റ്റ് പോൾ സർവേ ആണ്. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം ആളുകളെ വീട്ടിൽ ചെന്ന് കണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചെടുക്കുന്ന സർവേ ആണ്. അവർ വോട്ട് ചെയ്യണമെന്നില്ല. അവർ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. പക്ഷെ അവർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതായത് എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്, പ്രീ പോൾ സർവേ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ്, എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ആ ദിവസം എടുക്കുന്ന സർവേ ആണ്. ആ സർവേ പക്ഷേ ഒരു 10 പേരെ കണ്ടാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാവും. 10 പേരെ കണ്ടിട്ടുണ്ടെങ്കിൽ 10 പേര് സംസാരിക്കാൻ വില്ലിങ് ആവൂല. അവരോട് പറയണം, ഞാൻ ആക്സിസ് ബാങ്ക് ഇന്ത്യയിൽ വന്നതാണ്, ഞാൻ പീപ്പിൾസ് ഓഫ് ഇന്ത്യയിൽ വന്നതാണ്, നിങ്ങൾക്കൊരു സർവേ ആയിട്ട് സഹകരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവരോട് സംസാരിച്ച് കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല. ഇതൊന്നും നടക്കുന്നില്ല ഇവിടെ. ഇതൊക്കെ വെറുതെ. ശരി, അതാണ് അതുകൊണ്ടാണ് NS മാധവൻ സാറിനെ പോലുള്ള ആളുകൾക്ക് സംശയം. നമ്മളൊന്നും വീട്ടിൽ സംശയമല്ല. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനൊരു കോമഡി കൂടി താങ്കളെടുത്ത് പറയാം. ഇപ്പൊ ഈ എക്സിറ്റ് പോൾ സർവേ ഈ ഏറ്റവും ക്രെഡിബിൾ ആയി കരുതുന്ന ഒരു ഏജൻസികളിൽ ഒന്ന് ആക്സിസ് ബാങ്ക് ഇന്ത്യയാണ്. ഈ ആക്സിസ് ബാങ്ക് ഇന്ത്യ കേരളത്തിൽ വെച്ചിട്ടുള്ള നമ്പർ എത്രയെന്നറിയോ? സ്റ്റാഫുകൾ 70 പേരെയാണ് വെച്ചേക്കുന്നത്. ഈ 70 പേര് കൂടി ഏതാണ്ട് ഒരാള് 349 വീതം കണ്ടു എന്നുള്ള കണക്കാണ് എക്സിറ്റ് പോളിൽ വെച്ചേക്കണം. ഒരാൾ എങ്ങനെയാണ് 349 പേരെ കാണുക? നടക്കും അത്? 349 പേരെ കണ്ട് വിവരം ശേഖരിക്കാൻ പറ്റുമോ നമുക്ക് ഒരു ദിവസം കൊണ്ട്? ഇല്ല. അപ്പൊ അത് പോസ്റ്റ് പോൾ സർവേ ആണ്. അതായത് സർവേ കഴിഞ്ഞതിന് ശേഷമാണ് അവർ ചെയ്തേക്കണം. പിന്നെ അവരുടെ കണക്കേറ്റവും വിചിത്രമാണ്. 70 പേരും കൂടി 8 ഇന്നോവകളിലായി ഏതാണ്ട് 9000 കിലോമീറ്ററുകൾ യാത്ര ചെയ്തു എന്നാണ് പറഞ്ഞേക്കണം. 9000 കിലോമീറ്റർ ഒരു ദിവസം നടക്കുന്ന കാര്യമാണ്. 8 ഇന്നോവ ഉണ്ട്. 8 ഇന്നോവയിൽ 9000-ലധികം കിലോമീറ്റർ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഇന്നോവ 1200 കിലോമീറ്റർ യാത്ര ചെയ്യണം. അങ്ങനെ ഏതാണ്ട് 700 എന്തോ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്റെ ബുക്കിലുണ്ട്, ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പൊ ആ കണക്ക് അത്ര 1500-ഓളം പറഞ്ഞ പഞ്ചായത്തുകൾ ഇവർ വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇത് ഒരു ദിവസം എന്തായാലും നടക്കൂല. അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചു, ഇത് പോസ്റ്റ് പോൾ സർവേ ആണ്. ഈ പോസ്റ്റ് പോൾ സർവേ ആണെങ്കിൽ പോലും ഇതൊന്നും പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടാവില്ല. ആ നടക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ 99 സീറ്റും ഇതൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം ഗോത്രയോട് പറയും, ചിലപ്പോൾ ഇത് ശരിയാവാൻ തെറ്റാവാം. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഒരു ചക്ക വീട് മുയിലും ചാകുന്നത് പോലെയുള്ള സംഭവമാണ് ഇവർ എന്ത് ചെയ്യുന്നത്. ഇവർക്ക് ഇതേപോലെ എക്സിറ്റ് പോളുകൾ ഇങ്ങനെ എടുക്കുന്നതിലും ഇവർക്ക് എന്താ ഗുണം? അല്ല, അത് മറ്റൊരുപാട് ഗുണങ്ങളുണ്ട്. ഈ സാധനം, ഈ ഡാറ്റ ബാക്കിയുള്ളതൊക്കെ നിരവധി പേർക്ക് സെല് ചെയ്യാം. അപ്പൊ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതൊക്കെ ഒരുപാട് വെറുതെ ഇത്രയും വീട് കയറി ഇറങ്ങി ഈ സാധനങ്ങൾ സാമ്പിൾ കളക്ട് ചെയ്ത് അതിന് വെറുതെ പ്രയാസപ്പെടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് കൃത്യമായിട്ട്
പല മീഡിയ ഹൗസസിനും വേണ്ടിയിട്ട്, പല രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടിയിട്ട് അവരെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചിട്ട് നടത്തുന്നത്. അല്ലല്ല, ഇപ്പൊ ഈ ആക്സിസ് ബൈ ഇന്ത്യ, പ്രദീപ് ഗുപ്ത ആണെങ്കിലും അല്ലെങ്കിൽ പി മാർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ നിരവധി വോട്ട് ബൈ പോലുള്ള ഏജൻസികളൊക്കെ ആണെങ്കിലും അവരെ കൃത്യമായി പണം കൊടുത്ത് ഈ ചാനലുകൾ ഏർപ്പെടുത്തുന്നതാണ്. ഇപ്പൊ പി മാർക്ക് റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ആ സർവേ ഇന്ത്യ മുഴുവൻ നടത്തിയിട്ടുള്ളത്. അതുപോലെ ആക്സിസ് ബൈ ഇന്ത്യ എല്ലാ തവണയും നടത്തുന്നത് ഇന്ത്യ ടുഡേക്ക് വേണ്ടിയിട്ടാണ്. ഇത്തവണ അവർ ഇന്ത്യ ടുഡേക്കിലാണ്. കാരണം അവർ എക്സ്ക്ലൂസീവ് ആയിട്ട് അപ്പൊ ഇന്ത്യ ടുഡേയിലായിരിക്കും അവർ ഇത് സാധനം അനൗൺസ് ചെയ്യുന്നുണ്ടാവും. അത് യഥാർത്ഥത്തിൽ അവർക്കും ഗുണമാണ്. ആർക്ക്? ഇപ്പൊ ചാനലുകൾക്കും വലിയ ഗുണം ആണ്. പക്ഷെ ചാനലുകൾ എത്രത്തോളം ഇതിൽ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആണ്. അപ്പൊ അങ്ങനെ റാൻഡം സാമ്പിളിങ്, താങ്കൾ ചോദിച്ചില്ല എങ്ങനെ ആളുകളെ തിരഞ്ഞെടുക്കുമെന്ന്. ഒരു 10 പേര് അടുപ്പിച്ചുള്ള ആളുകൾ എടുക്കാൻ പറ്റില്ല. കാരണം ഒരു ഏരിയയിൽ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരേ രീതിക്കാർ കൂട്ടിയാണ്. അപ്പൊ അതിൽ തന്നെ നമ്മളൊരു ബൂത്തിൽ 1000 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2000 പേരുണ്ടെങ്കിൽ അതിൽ എന്താണ് എത്ര ആണുങ്ങൾ എടുക്കണം, അതിൽ എത്ര റാൻഡം സാമ്പിളിങ് ചെയ്യണം എന്നുള്ളതിനൊക്കെ കൃത്യമായ മെത്തഡോളജി ഉണ്ട്. അപ്പൊ അത് കൃത്യമായി ചെയ്തുകൊണ്ട് മാത്രമേ ഈ കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ എന്ത് ചെയ്യുള്ളൂ, പറ്റുള്ളൂ. മനസ്സിലായോ? ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം, ഇതിന്റെ അടുത്ത പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ആ ഫീൽഡിൽ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെന്നിട്ട് സർവേ എടുക്കുന്നതാണ്, ഞാൻ സർവേ ചെയ്തെടുക്കുന്നതാണ്. ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു നമ്മൾ ഇതേപോലെ എക്സിറ്റ് പോൾ നമ്മൾ ചെയ്തിട്ടില്ല. കാരണം എക്സിറ്റ് പോൾ ചെയ്യണമെങ്കിൽ വലിയ സന്നാഹമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രയാസം അറിയാം. ഇപ്പൊ എക്സിറ്റ് പോൾ ചെയ്യാൻ വേണ്ടി ഞാൻ സംസാരിച്ചാണ്. ഞാൻ 1600 പേരെ വേണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസത്തേക്ക് ഏറ്റവും കുറഞ്ഞത് 1600 പേര്. ഈ 3.5 കോടി ജനങ്ങളിൽ നിന്ന് 1600 പേരുടെ ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, സാമ്പിൾ അല്ല ഞാൻ പറഞ്ഞേ, 1600 സ്റ്റാഫിന് വേണം ഞാൻ പറഞ്ഞേ. മനസ്സിലായി? 1600 സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ഒരു 16,000 അല്ലെങ്കിൽ അത്തരം പേരുടെ പോലും എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ആക്ച്വലി ഒരു കണക്ക് കിട്ടണമെങ്കിൽ എത്ര പേരുടെ എടുക്കണം? ഞാൻ പറയുന്നത് ഒരു മണ്ഡലത്തിൽ നിന്ന് നമ്മളൊരു 200 പേരുടെ എടുത്താൽ പോലും നമ്മുടെ സാമ്പിളിങ് വളരെ പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മളൊരു 28,000-ഓ 36,000-ഓ ഒക്കെ എടുത്താൽ പോലും കൃത്യമായിട്ട് കിട്ടും. പക്ഷെ 36,000 പേരെയോ 28,000 പേരുടെയോ സാമ്പിൾ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 2000 സ്റ്റാഫുകളെങ്കിലും വേണം. ആ സ്റ്റാഫുകൾ രാവിലെ എഴുന്നേറ്റ് പോയി ഇതെടുത്താലും ശരിയാവൂല. ആ സ്റ്റാഫുകളെ കൃത്യമായി നമ്മൾ ഒരാഴ്ച ട്രെയിൻ ചെയ്യണം. രണ്ടാമത്തത് അവരോരോരുത്തരെ 10 പേരെ നോക്കാൻ വേണ്ടിയിട്ട് ഓരോ മാനേജേഴ്സ് വേണം. അവരുടെ മുകളിൽ ജില്ലാ മാനേജേഴ്സ് വേണം. ഇത്തരത്തിലൊരു വലിയ സന്നാഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റൂ, നടപടിയാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത്, ഇപ്പൊ സാധാരണ ഒരു MLA തെരഞ്ഞെടുപ്പിന് 350 പേരുടെ സാമ്പിൾ സൈസ് എടുത്താൽ മതി. ആ സാമ്പിൾ സൈസ് പക്ഷേ റാൻഡം സാമ്പിളിങ് പെർഫെക്റ്റ് ആണെങ്കിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അതേ നമുക്ക് സാധ്യമാവുള്ളൂ. പക്ഷെ ആ 350 പേരെ എടുക്കണമെങ്കിൽ നമുക്കൊരു 8-10 സ്റ്റാഫുകളോട് ഒരാഴ്ച വർക്ക് ചെയ്യണം. അപ്പൊ ഇതൊക്കെ പിന്നെ രണ്ടാമത്തത്, ഇത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ബാക്ക് എൻഡിൽ അനലൈസ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ആളുകൾ ആയിരിക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ താങ്കളോട്, ദ ഫോർത്ത് എന്ന് പറഞ്ഞ ചാനലുണ്ടായില്ലേ, ഞാൻ പോയി അവരോട് എക്സിറ്റ് സർവേ എടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അപ്പോൾ അവരെന്നോട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ ചില തിരക്കുകൾ കാരണം ഞാൻ അങ്ങോട്ട് രണ്ടാമത് ചെന്നില്ല. അത് അവരുടെ കുഴപ്പമില്ല, ചെന്നില്ല. ചെല്ലാതിരുന്നതിന് ശേഷം അവർ വേറൊരു പാർട്ടി കൊടുത്തു. അന്ന് അവർ പുതുപ്പള്ളിയുടെ കണക്ക് പ്രഖ്യാപിച്ച എത്ര അറിയോ, 60,000 ഭൂരിപക്ഷത്തിന് ജയിക്കുക. അതെന്താ വെച്ചാൽ ടാബുലേറ്റ് ചെയ്ത് തെറ്റിപ്പോയി. മനസ്സിലായി? അപ്പൊ അത്തരത്തിൽ ബാക്ക് എൻഡിൽ ഇരിക്കുന്നവരൊക്കെ അത്ര മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണെങ്കിൽ മാത്രമേ ഈ സംഭവം കൃത്യമായിട്ട് നടക്കുള്ളൂ. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യനറി ആയിട്ടാണോ പോവുക? പ്രീ പോൾ സർവേകൾക്കെല്ലാം തന്നെ ക്വസ്റ്റ്യനറി ആയിട്ടാണ് പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാളെ ചെന്നിട്ട് നിങ്ങൾ പിണറായിക്ക് എതിരായിട്ട് വോട്ട് ചെയ്യൂ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ല. പകരം അതിനോടനുബന്ധിച്ച 10 ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, ചോദിക്കണം. അപ്പൊ നിങ്ങൾ തിരുവമ്പാടി ചെന്നിട്ട് എങ്ങനെ 10 ചോദ്യങ്ങൾ, അതായത് 10 ചോദ്യം. എനിക്ക് അറിയേണ്ടത് പിണറായി വിജയൻ എന്താണ് മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങൾ വേണം? അല്ല, നമ്മളിപ്പോൾ അതിനിപ്പോൾ ഒരു ഉദാഹരണം ഞങ്ങളോട് 2 ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, എങ്ങനെയുണ്ട് മുഖ്യമന്ത്രി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ചോദിച്ചാൽ അപ്പോൾ ചിലപ്പോൾ അവരില്ലെന്ന് പറയും. ഉടനെ നമ്മളിപ്പോൾ തിരുവമ്പാടിയിലാണ് തെരഞ്ഞെടുപ്പ് എടുക്കണമെങ്കിൽ നമ്മൾ 3ാമത്തെ 4ാമത്തെ ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, ലിൻഡോ MLA എങ്ങനെയാണ്, നിങ്ങൾ വോട്ട് ചെയ്യോ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് ചോദിക്കുമ്പോൾ അത് ഗംഭീരമായിട്ടുള്ള പ്രവർത്തനമാണ്, നല്ല മനുഷ്യനാണ്, നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച കൂടി വന്നപ്പോൾ ഉണ്ടായിരുന്നു, നമ്മൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ പിണറായിക്ക് ഇൻഡയറക്റ്റായി കിട്ടുന്ന വോട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മനസ്സിലായി? അപ്പൊ ഇതുപോലെ നമ്മളൊരു 10-15 ഇപ്പൊ ഞാൻ അനലൈസ് ചെയ്തത് ഈ കോഴിക്കോട് കോർപ്പറേഷനിലേക്കാണ് എത്തിയപ്പോൾ താങ്കൾ അറിയേണ്ടത് നമ്മൾ ഏതാണ്ട് 23 ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. ഈ 23 ചോദ്യങ്ങൾക്ക് ശേഷം 7 ചോദ്യങ്ങൾ ഈ
ഓരോരുത്തരുടെ കേസിലും ഈ പോകുന്ന സർവേയർ നമുക്ക് എഴുതി തരണമായിരുന്നു ഡീറ്റെയിൽസ്. അപ്പൊ അത്തരത്തിൽ ഇതൊരു ഹെർക്കുലി ടാസ്ക് ആണ്. രാത്രി 12 മണി 1 മണി വരെ ഇരുന്നാൽ ഇത് ഒരു സർവേ ഒരു ദിവസം നടത്തിയിട്ട് വന്നവന് പുറത്തേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഇത് പ്രധാനമായിട്ടും വീടുകൾ കേന്ദ്രീകരിച്ചാണോ നടക്കുന്നത്? ഇപ്പം ബൂത്തിലെ വീടുകൾ പലതും എടുക്കും. നമ്മളിപ്പോ റാൻഡം സാമ്പിളിംഗ് ആണ്. നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ ഒരു പഞ്ചായത്ത് നമ്മൾ സർവേ ചെയ്യുകയാണെങ്കിൽ പഞ്ചായത്തിൽ 560 പേര് സ്ത്രീകളും ഉണ്ട്, 440 പേര് പുരുഷന്മാരും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 56 പേര് സ്ത്രീകൾ വേണം എന്ന് ആദ്യം തന്നെ തീരുമാനിക്കും. അതായത് അവിടെയുള്ള ജനസംഖ്യ എത്രയാണോ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കണം കാര്യങ്ങൾ തീരുമാനിക്കേണ്ട. ഇതിന്റെ ഏറ്റവും വലിയ അടുത്ത പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ടീം ഈ ഏറ്റവും താഴെ നിന്ന് മന്നവും വരെ സിൻസിയറായിട്ടും ആത്മാർത്ഥമായിട്ടും അല്ല ഈ പണി ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ അടിത്തറ കംപ്ലീറ്റ് പോകും, തകരും. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന വലിയ പ്രതിഭാസമുണ്ട്. ഇപ്പോൾ യോഗേന്ദ്ര യാദവ് പ്രഡിക്റ്റ് ചെയ്ത ബീഹാർ തെറ്റിപ്പോയി, പക്ഷെ അതിന് മുമ്പ് ഇന്ത്യയിലുള്ള തെരഞ്ഞെടുപ്പ് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്ത് ശരിയായി. പക്ഷേ പലപ്പോഴും ഈ പറയുന്ന 10, 500, 1000 പേരെ വെച്ചിട്ട് ജോലിയിപ്പിക്കുന്ന ഏജൻസികൾ എടുക്കുന്നത് ശരിയാവാറില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ സ്റ്റാഫുകളും അത്രത്തോളം സിൻസിയറായിട്ടും ഹോണസ്റ്റായിട്ടും ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ്ലി ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് ഇത് ഉറപ്പ് വരുത്തണം. ഈ എക്സിറ്റ് പോളിലേക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? പ്രീ പോളും പോസ്റ്റ് പോൾ സർവേയിലും പ്രശ്നമില്ല. കാരണം ഇന്ന് തെറ്റിപ്പോയാൽ നാളെയും കൂടി നമുക്ക് നടത്താം. അതായത് ഇന്ന് തെരഞ്ഞെടുപ്പെടുന്നുണ്ട്, നാളെ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ പിന്നെ പോസ്റ്റ് പോൾ സർവേ നടക്കില്ല. പക്ഷെ അതല്ല, നമുക്കൊരു 10 ദിവസം 20 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് നടത്താൻ തിരുത്താനൊക്കെ സമയമുണ്ട്. മനസ്സിലായി? അതേസമയം താങ്കൾ അറിയേണ്ടത് മറ്റേ തിരുത്താനുള്ള സമയം ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ടീമിനെ കൂടി ഓരോ ജില്ലയിലും എക്സ്ട്രാ ഒരു 5 പേരെയോ 8 പേരെയോ തയ്യാറാക്കി വെക്കണം. കാരണം നമുക്കൊരു ഉച്ചവരെയുള്ള റിപ്പോർട്ട് എടുത്തിട്ട് സംശയം തോന്നുകയാണെങ്കിൽ അത് തിരുത്താനുള്ള കാര്യവും കൂടി നമ്മൾ ചെയ്യണം. അതുകൊണ്ട് ഇതൊരു നിസ്സാര പണിയല്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ലക്ഷങ്ങൾ മുടക്കി ഇന്ത്യ മുഴുവനൊക്കെ വലിയൊരു സംസ്ഥാനത്ത് ഇപ്പം തമിഴ്നാടൊക്കെ സർവേ ചെയ്യണമെങ്കിൽ കോടികൾ കിട്ടിയാൽ മാത്രമേ ആ സർവേ പ്രോപ്പർലി നടത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ കോമ്പറ്റീഷൻ വളരെ ഹൈ ആയതുകൊണ്ട് പിന്നെ ഇതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ധൈര്യം ഉള്ളത് കൊണ്ടിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 50 ലക്ഷം രൂപ ഗൗതത്തിനോട് ഞാൻ പറഞ്ഞേക്കാണ്, ഒരാൾ വന്നിട്ട് കൂളായിട്ട് വേണമെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് വർക്ക് എടുക്കും. എന്താ കാര്യം എന്നറിയോ? അത്രയും ചെയ്താൽ മതി. പിന്നെ അവരും പറയും ഇത് തന്നെ, മിക്കവാറും അവരും പറയും. ഇപ്പോൾ 2 MLA-മാരായിട്ട് മത്സരിക്കുന്ന 2 പേർ കാൻഡിഡേറ്റ്സ് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ ഒരു എമൗണ്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണ്ട രേഷ്യ, വേറൊരാൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പറയുമ്പോഴത്തേക്കും ആ കുറച്ച് എമൗണ്ട് മേടിച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. ചെയ്തു കൊടുക്കുമ്പോൾ എന്താണെന്നറിയാം, നാളെ ഇവർ നമ്മുടെ അടുത്ത് ചോദിക്കും. കാരണം ഇത് തെറ്റിപ്പോകുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും, നിങ്ങളിതെല്ലാം കറക്റ്റ് അല്ലേ പറഞ്ഞിരുന്നത്, പക്ഷെ ഇപ്പം അല്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ ഒരു ചെറിയ എമൗണ്ടിന് അത്ര ഒരു കാര്യം എന്ത് ചെയ്യാറില്ല. കാരണം അത്ര പറയുമെങ്കിൽ നമ്മൾ പറയും ഇതിൽ 60% അല്ലെങ്കിൽ 70% കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. മറ്റത് ഒരു 95% കറക്റ്റ് ആക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പിൾ സൈസ് എടുത്തേ പറ്റൂ. സത്യത്തിൽ കൃത്യമാക്കണമെങ്കിൽ ഗൗതം പറയേണ്ട ഒരു 300-350 സാമ്പിൾ സ്പേസ് നമ്മൾ ഓരോ ജില്ലയിൽ ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ഇത് വെറുതെ ഇന്ന് സത്യം പറഞ്ഞപ്പോൾ പ്രദീപ് ഗുപ്ത തന്നെ കഴിഞ്ഞ തവണ 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് കരഞ്ഞതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. അടുത്ത കാലത്ത് ഒരുപാട് സർവേകൾ തെറ്റിയല്ലോ. അല്ല, ഇപ്പം തന്നെ പിന്നെ വേറെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം താങ്കളോട് പറയാം, അതും കൂടി പറയാനുണ്ട്. കേരളത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പോലെ ഹരിയാനയിൽ എല്ലാ എക്സിറ്റ് പോളുകളും തെറ്റിയായിരുന്നു. അതായത് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നത് 90 സീറ്റിൽ 56 സീറ്റ്, 57 സീറ്റ്, 60 സീറ്റ്, 65 സീറ്റുകൾ വരെ കോൺഗ്രസിന് കിട്ടുമെന്നാണ്. BJP താഴെ പോകുന്നതാണ്. സത്യത്തിൽ ലാസ്റ്റ് ആയപ്പോൾ നേരെ തിരിഞ്ഞു. ആ സീറ്റുകൾ BJPക്കും 37 സീറ്റ് കോൺഗ്രസിനുമാണ് കിട്ടിയത്. എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ 1,18,000 വോട്ടുകളുടെ വ്യത്യാസമേ ഈ 2 പാർട്ടികളും തമ്മിലുള്ളൂ. അതായത് കൃത്യം പറഞ്ഞാൽ ഗൗതം പറയേണ്ടത് 0.85% ഉള്ളൂ. ഈ 0.85% ഉള്ളത് കൊണ്ടിട്ട് ഇത് നമുക്ക് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഏജൻസികൾക്ക് വലിയ ടഫാണ്. ആ സമയം ഒരു സ്വീപ്പുണ്ട് എന്ന് വിചാരിച്ചോ, എന്ത് ചെയ്യും? ആളുകൾക്ക് എളുപ്പത്തിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലെയല്ല, ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞു വിശ്വസിക്കില്ല. ഇപ്പോൾ കാലിക്കറ്റ് കോർപ്പറേഷനിൽ മുസാഫിർ അഹമ്മദ് തോക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മുൻ മേയറുടെ ഡിവിഷൻ നിങ്ങൾ അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ച ഡിവിഷൻ തോക്കും, ഇത്തവണ മത്സരിച്ച ഡിവിഷൻ തോക്കും എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അവിടെ BJP ലാസ്റ്റത്തെ 3 ദിവസം ഉള്ളപ്പോഴാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ വലിയ പ്രധാനപ്പെട്ട നവ്യ ഹരിദാസ് അടക്കം തോക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയും വിജിലൻ്റായി കണ്ണും കാതും കൂർപ്പിച്ചു വെച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ. ഇനി അടുത്ത കാര്യം ഗൗതത്തിനോട് പറയാം, ഈ സർവേയറുടെ തെറ്റിപ്പോയാൽ പണി തീർന്നു. ഇനി സർവേയർ കറക്റ്റായിട്ടും കാര്യമില്ല, മുകളിലിരിക്കുന്ന മാനേജർ തെറ്റിപ്പോയാൽ പണി തീർന്നു, അവരെടുക്കുന്ന തീരുമാനം തെറ്റിപ്പോയാൽ പണി തീർന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്ക് എൻഡിൽ ഇരിക്കുന്ന ആളുകൾ ഇത് അനലൈസ് ചെയ്യുന്നത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പണി തീർന്നു. ഇതിൻ്റെ എവിടെയെങ്കിലും വെച്ചൊരു ചെറിയ കണ്ണി മുറിഞ്ഞാൽ ഈ പരിപാടി അടപടലം
തെറ്റും. അതുകൊണ്ട് പക്ഷേ ഈ രാഷ്ട്രീയക്കാരും അതുകൊണ്ട് തന്നെ ഇതൊന്നും വിശ്വാസയോഗ്യമല്ല. ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ ആക്സിസ് ഞാൻ പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ആക്സിസ് മൈൻഡിയുടെ ഒക്കെ സർവേയിൽ അവർ പറഞ്ഞ 9600 കിലോമീറ്റർ ആയിട്ട് യാത്ര ചെയ്യുന്ന 8 വണ്ടിയായിട്ട് ഒരു ഗൗതത്തിന് തോന്നുന്നുണ്ട്. എക്സിറ്റ് പോൾ ആണെങ്കിൽ 1000 കിലോമീറ്റർ ഒരു വണ്ടി 1200 കിലോമീറ്റർ കേരളത്തിൽ യാത്ര ചെയ്യുന്നത് പോസിബിൾ ആണോ? എക്സിറ്റ് പോൾ നടക്കണ എപ്പോഴായിരിക്കണം? രാവിലെ 7 മണി മുതൽ രാത്രി 6 മണി വരെയുള്ള 11 മണിക്കൂറാണല്ലോ. ഈ 11 മണിക്കൂറിനൊക്കെ 1100 കിലോമീറ്റർ ഓടിയെത്തണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ടൂറ് പോകാം. അല്ല, അത്രയും ആൾക്കാർ വേണം. അല്ല 8 പേരെ ഒരു വണ്ടിക്കകത്തുണ്ട്, അത് ടൂറ് പോകാം. അല്ലാതെ അതിന്റെ ഇടക്ക് 350 പേരെ കൂടി കാണണമെന്ന് പറഞ്ഞാൽ നടക്കും? അല്ല, അതെ, ഒരു വണ്ടി മാത്രമാണെങ്കിൽ പല ജില്ലകളിൽ പല ആളുകളെ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുമായിരിക്കും. ഞാൻ പറഞ്ഞത് 8 വണ്ടി അവരുടെ ഉണ്ട്, പല ജില്ലകളിലേക്കായിട്ട് വണ്ടിയൊക്കെ വിന്യസിച്ചിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം 8 വണ്ടികളും കൂടി ഓടിയേക്കണത് 9000 കിലോമീറ്റർ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഓടിയേക്കണത് 8 പേരെയുമായിട്ട് ഓടിയേക്കണത് ഏതാണ്ട് 1000-1200 കിലോമീറ്ററാണ്. അത് സാധ്യമാണോ ഈ കേരളത്തിൽ? ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ നമ്മൾ 5-6 മണിക്കൂർ എന്ത് ചെയ്യണം? വണ്ടി ഓടിക്കണം. ഇനി ഇതിന്റെ ഇടക്ക് കൂടി ഈ 8 പേരും ഇതിനിടക്ക് വേറൊരു കാര്യം കൂടി ചെയ്യണം. കാരണം വെറുതെ ടൂർ പോകല്ലല്ലോ, അവരെ ചെയ്യേണ്ടത് 350 പേരെ കാണണം ഓരോരുത്തർ. സാധ്യമാണോ? ഓരോരുത്തരും 350 പേരെ കാണണം. 8 പേരും കൂടിയിട്ടില്ല, ഓരോരുത്തരും 350 പേരെ കാണണം. അതുകൊണ്ട് ഇത് എക്സിറ്റ് പോൾ അല്ല, ഇത് പോസ്റ്റ്പോൾ ആണ്. പോസ്റ്റ്പോൾ ആണെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. പിന്നെ എനിക്കറിയാം, അവരുടെ അകത്തുനിന്ന് തന്നെ എനിക്കറിയാം ഇത് പോസ്റ്റ്പോൾ ആണെന്ന്. അതായത് ഈ പോളിംഗ് നടക്കുന്നതിന് ഈ മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് എടുക്കണം. എക്സിറ്റ് പോൾ ആണെങ്കിൽ അത് എടുക്കണം. അല്ല, അത് നമ്മൾ കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ പോരാ. കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ പോസ്റ്റ്പോൾ എന്ന് വിളിക്കണം. അതായത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്പോൾ ആണെന്ന് വിളിക്കണം. പ്രീ പോൾ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ്, എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ ആ പരിപാടിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന ദിവസം. എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്, നമ്മൾ പോലീസുകാരൊന്നും അല്ലല്ലോ, നിങ്ങൾ ഞങ്ങളോട് കൂടി അഭിപ്രായം പറഞ്ഞിട്ട് പോന്നാൽ മതി എന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പുറത്തിറങ്ങിപ്പോകുന്ന ആളിൽ 10 പേരോട് സംസാരിച്ച് അതിലൊരാൾ വില്ലിംഗ് ആവും. ആ വില്ലിംഗ് ആവുന്ന ആൾ നമ്മുടെ പ്രൊപ്പോർഷൻ കീപ്പ് ചെയ്യണം. അതായത് വനിതകൾ എത്ര, ആണുങ്ങൾ എത്ര, അതുപോലെ ലോവർ മിഡിൽ ക്ലാസ് എത്ര, അപ്പർ മിഡിൽ ക്ലാസ് എത്ര, കാറുള്ളവർ എത്ര എന്നുള്ളതെല്ലാം എന്ത് ചെയ്യണം. എന്തായാലും ഈ NS മാധവൻ സാർ സംശയം ഉണ്ടല്ലോ, എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇത്രയും കാലമായിട്ട് പോയിട്ടില്ല? അതേപോലെ തന്നെ ഇത് കാണുന്ന പല പ്രേക്ഷകരുടെയും വീട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല ഒരാളും. അല്ല, NS മാധവൻ സാറിൻ്റെ വീട്ടിൽ ആരും ചെല്ലില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ ഈ പോണ സാധാരണക്കാരായിട്ടുള്ള പിള്ളേരായിരിക്കും. അവർക്ക് സ്വാഭാവികമായിട്ട് അപ്പർ മിഡിൽ ക്ലാസിൻ്റെ അടുത്തൊക്കെ ചെല്ലണമെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ NS മാധവൻ സാറിൻ്റെ അടുത്ത് ഒരിക്കലും ചെല്ലില്ല. കാരണം അദ്ദേഹം പോളിംഗ് സ്റ്റേഷനിലേക്ക് കയറി ചിലപ്പോൾ പോലീസുകാരെ സല്യൂട്ട് അടിക്കണതാണ്, തിരിച്ചു വരുമ്പോൾ ഇറങ്ങണതാണ്, പിന്നെ കാറിൽ കയറി പോകണതാണ്. ആര് ചെല്ലാനാണ്? ചെല്ലൂല. അപ്പം പിന്നെ അത് മാത്രമല്ല, അത് വളരെ ഇപ്പോൾ ഒരു 100 പേരെ എടുക്കണമെങ്കിൽ 4-5 പേരെ കാറുള്ളവരെ എടുക്കേണ്ടേ ഉള്ളൂ. കാരണം അങ്ങനെ അല്ലാത്തവരാണല്ലോ ഭൂരിപക്ഷം. ഇപ്പം നമ്മളിപ്പോൾ പല സ്ഥലത്തും സർവേ എടുത്തുമ്പോൾ പലതാണ്. ഇപ്പോൾ അമേരിക്കയിൽ സർവേ എടുത്തുമ്പോൾ എല്ലാവരും കാറുള്ളവർ നമ്മൾ എടുക്കേണ്ടി വരും. കേരളത്തിൽ സർവേ എടുത്തുമ്പോൾ നമ്മളത് ആലോചിക്കും. ഇപ്പോൾ എറണാകുളം മണ്ഡലത്തിൽ സർവേ എടുത്തുന്ന പോലെ ഇരിക്കില്ല പൊന്നാനിയിലോ നിലമ്പൂരോ സർവേ നടത്തുന്നത്. കാരണം ഇപ്പോൾ അവർ 1000 പേരിൽ ചിലപ്പോൾ 250 പേർക്ക് കാറുള്ളൂവെങ്കിൽ നമ്മുടെ പ്രൊപ്പോർഷൻ 100 പേരെ എടുക്കുന്നതിൽ 2 പേരെ 3 പേരെ കാറുള്ളവരെ കണ്ടാൽ മതി. അപ്പോൾ അതുപോലെ പ്രപ്പോർഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഗൗതമൊക്കെ അറിയേണ്ടത് ഈ എക്സിറ്റ് പോളൊക്കെ വന്ന് ഞെട്ടിയില്ലേ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞത് തെറ്റായില്ലേ എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ എനിക്ക് ചിരിയാണ്. പിന്നെ ഞാനിതൊന്നും തുറന്ന് പറയാറില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ സൈകിട്ട് ആക്സിസ് മൈൻഡിയെ കുറിച്ച് ചെയ്തിരുന്നു. ബാക്കി എല്ലാവരുടെയും ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. 12-15 ഏജൻസികൾ ഫേക്ക് ചെയ്തൂടെ? ഇത് ഇവരൊന്നും എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. നമുക്കറിയുന്നില്ല സാധാരണക്കാരെന്താണ്. സാധാരണക്കാർ TV കാണുന്നു, ആക്സിസ് പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, മറ്റേവർ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവർ ഈ പറയുന്നതും കേട്ട് വിശ്വസിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഉൾക്കളികൾ ഇവർക്ക് അറിയില്ല. ഇത് വേണമെങ്കിൽ ഫേക്ക് ചെയ്തൂടെ, ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തൂടെ? ഫേക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്താ കാര്യം എന്നറിയോ? ഇത് ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് 10 മുതൽ 14 വരെ സീറ്റുകൾ കിട്ടും എന്ന് പറഞ്ഞ് ഈ പറയുന്ന പീപ്പിൾ സോഫ്റ്റ് എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി എടുത്തേക്കുന്ന സർവേ, പീപ്പിൾസ് ഇൻസൈറ്റ് അവരെടുത്തേക്കുന്ന സർവേ വെച്ച് ജനം TV അങ്ങനെ ആഘോഷിക്കുകയാണ്. മറ്റേ റിപ്പോർട്ടർ TVയും അതനുസരിച്ച് നിരവധി കാർഡങ്ങ് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ഈ ടെമ്പോ നിലനിർത്താൻ ഇത് സഹായിക്കും. അതല്ല അവർക്ക് ആവശ്യമുണ്ട്. സത്യം പറയണമെങ്കിൽ ഇപ്പം എൻ്റെ ഓർഗനൈസേഷൻ പേരിൽ ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ സജസ്റ്റ് ചെയ്തു, എൻ്റെ പൊന്നിന് ശേഷം നിങ്ങൾക്ക് ഒരു കണക്കുണ്ടാക്കിയൊക്കെ കൊടുക്കാൻ പാടില്ലെന്ന് ചോദിച്ചത്. കാരണം പേരൊക്കെ വരും, ചിലപ്പോൾ നമ്മളെ വിളിച്ച് എന്ത് ചെയ്യും, ഡിസ്കഷനൊക്കെ നടത്തും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ അപാരമായ തൊലിക്കെട്ടി കൂടി വേണം. പിന്നെ ഇതെല്ലാം തന്നെ നോർത്ത് ഇന്ത്യൻ ഏജൻസികളാണ്. അവർക്ക് ഇവിടെ എന്താ നടക്കണതെന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഏജൻസി പറഞ്ഞിട്ടുണ്ട് 11 സീറ്റ് BJP കിട്ടുമെന്നാണ്. എന്താ ചെയ്തേക്കണേന്ന് അറിയോ? ഒരു സർവേ നടത്തിയിട്ടില്ല, ഒരാളെ കണ്ടിട്ടില്ല. ഗൗതത്തിനോട് തുറന്നു പറയണേ, ഒരാളെ കണ്ടിട്ടില്ല. നോർത്ത് ഇന്ത്യയിൽ തന്നെയുള്ള വേറൊരു ഏജൻസിക്ക് ഒരു സബ് കോൺട്രാക്ട് കൊടുത്തു. അതായത് അവർക്ക് 50 ലക്ഷം രൂപ സർവേ കിട്ടുമെങ്കിൽ അവരൊരു 25 ലക്ഷം രൂപയ്ക്ക് സർവേ സബ് കോൺട്രാക്ട് കൊടുത്തു. അവരെന്താ വെച്ചാൽ ഇതുപോലെ ചെയറിട്ടിരുന്ന് 4-5 പേരൊക്കെ കൂടിയിരുന്ന് ഒരു കണക്ക് എഴുതി ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു. ശരി, ഇനി ഞാൻ ഇതിന്റെ വേറൊരു കാര്യം ചോദിക്കാം.
ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് 8 വണ്ടികളൊക്കെ അയച്ച് ഇത്രയും സ്റ്റാഫുകളെയൊക്കെ വിന്യസിച്ച് ഇത് എടുക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടല്ലോ. ഇവർ ആർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്? മിക്കവാറും അതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന്, അത് തീർച്ചയായിട്ടും വലിയ പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് സർവേ എടുക്കുന്നത്. ഇപ്പോൾ സീ വാട്ടർ മനോരമയ്ക്ക് വേണ്ടി എടുത്തു, അതുപോലെ തന്നെ ഇപ്പോൾ ആക്സസ് മൈ ഇന്ത്യ ടുഡേക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റിപ്പബ്ലിക് ചാനലിന് വേണ്ടിയിട്ടാണ് PMARC എടുക്കുന്നത്. ഏതാണ്ട് 70-80% പേരും ഇത്തരത്തിൽ ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണിത് എടുക്കുന്നത്. ഇനി ഇതല്ലാതെ ചില സർവേകൾ, അതുകൊണ്ട് തന്നെ ആ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം, അവരുടെ താല്പര്യം അതിൽ കടന്നു വരും. അതാണ് ഇനി അടുത്ത പ്രശ്നം. അടുത്ത പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ തുറന്ന് ഗോഹത്തോട് പറഞ്ഞ് ഞാനിത് കഴിഞ്ഞ തവണ പോലും ഫേസ് ചെയ്തതാണ്. നമ്മളൊരു റിപ്പോർട്ട് കൊണ്ടേ കൊടുക്കുന്നു, ആ റിപ്പോർട്ട് സത്യസന്ധമാണെങ്കിൽ അടുത്ത പ്രശ്നം എന്താണെന്നറിയോ, പലപ്പോഴും നമ്മളവിടെ 1 മാസം ഉള്ളൂ ഈ സർവേ എടുത്താൽ, അവരവിടെ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് എന്ത് ചെയ്യുന്നവരാണ്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കുക. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് അറിയാം ഈ ബൂത്തിൽ ജയിക്കും, ആ ബൂത്തിൽ ജയിക്കും, മറ്റേ ഈ വാർഡിൽ ജയിക്കും എന്നൊക്കെ എന്ത് ചെയ്യും പറയും. ഇപ്പോൾ ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന പ്രശസ്തരായിട്ടുള്ളവരാണ്, ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തിന്, അദ്ദേഹം എന്നോട് വെഹമൻലി ഒപ്പോസ് ചെയ്താണ്, നിങ്ങളുടെ കണക്ക് മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞു. അതായത് ഈ വർക്ക് മുഴുവൻ കഴിഞ്ഞ് 25 ദിവസം നമ്മൾ ഉറങ്ങാതിരുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം ഈ പണിയെല്ലാം ചെയ്ത് നമ്മൾ റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ ഇവർ പറഞ്ഞത് ഇത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടേ. പക്ഷേ എനിക്കൊന്നും പ്രശ്നമില്ല, കാരണം ഞാൻ ചെയ്യുന്ന പണിയിൽ എനിക്ക് നല്ല ധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ അത് അത്രയും വെഹമൻലി ഞാൻ ഒപ്പോസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം നമ്മൾ കേൾക്കണം, നിങ്ങൾ അത് മാറ്റിക്കൊണ്ടോ ഇത് മാറ്റിക്കൊണ്ടോ, നിങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കുന്നു പറയും. ഇപ്പം നമ്മൾ സർവേ നടത്തിയ ഏതാണ്ട് 5ഓളം ഏരിയകളിൽ നമ്മൾ വീണ്ടും സർവേ നടത്തിയിരുന്നു. ആദ്യം എനിക്ക് സംശയം തോന്നിയിട്ട് 3 സ്ഥലത്ത് നടത്തി, പിന്നെ അവരൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു 2 സ്ഥലത്ത്. അപ്പോൾ ഇത്തരത്തിൽ സർവേ നടത്തണം. പക്ഷേ എക്സിറ്റ് പോളിൽ ഇതിനുള്ള സാധ്യത പോലും ഇല്ല. പിന്നെ ഇത് കൂടാതെ ഞാൻ ചില കാര്യങ്ങൾ കൂടി ഗൗതത്തിനോട് പറയാം. ഇപ്പോൾ വോട്ട് വൈബ് എന്ന് പറയുന്ന ഒരു സർവേ ഒക്കെ ഉണ്ട്. ഓക്കെ, ശശി തരൂരിന് വലിയ പ്രാമുഖ്യം കിട്ടിയിരുന്നു അവരുടെ. ഇപ്പോഴല്ല ഒരു 6 മാസം മുമ്പ് കേരളത്തിൽ മുഖ്യമന്ത്രി ആകാനാര്, അങ്ങനെയൊക്കെ വലിയ സാധ്യതകളുണ്ട്. ഏത് നിരവധി ആളുകൾ നമ്മൾ എന്ത് ചെയ്യും, കോണ്ടാക്ട് ചെയ്യും. ചില ആളുകൾ നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ താൽക്കാലികമായിട്ട് ഇത് എന്ത് ചെയ്യും, നമ്മളോട് പറയും വലിയ തോതിലുള്ള പണം. ഇപ്പോൾ സുഖിപ്പിക്കണ മാത്രമല്ല ഇതിന്റെ പിന്നിൽ, ഇപ്പൊ സുഖിപ്പിച്ചിട്ടൊന്നും അവർക്കൊന്നും കിട്ടാനൊന്നുമില്ല, അവരൊക്കെ ഇതിനേക്കാൾ വലിയ ആൾക്കാരാണ്. അതുകൊണ്ട് അതൊക്കെ സുഖിപ്പിക്കലൊന്നും പ്രശ്നമില്ല. ഇതിന്റെ പിന്നിൽ വലിയ തോതിലുള്ള പണം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകുമെങ്കിൽ ആളുകൾ നിങ്ങൾക്ക് വലിയ പണം ഓഫർ ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ താങ്കളോട് പറയാം, വേറെ ചെറിയൊരു കാര്യം പറയാം. താങ്കൾ MLA ആയിട്ട് മത്സരിക്കണേന് റിസൾട്ട് പറഞ്ഞ 1 മാസം കഴിഞ്ഞിട്ടാണ്. താങ്കൾ ഇവിടെ നിന്ന് ജയിച്ച് മന്ത്രിയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഞാനൊരു സർവേ ഫലം പുറത്തു വിടുകയാണ്. അതായത് ഇന്ന മുന്നണിയും ഇന്ന ആളും ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞ് സർവേ ഫലം പുറത്തു വിടുക. എനിക്കൊരു അത്യാവശ്യം ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് വെച്ചോ, എനിക്ക് വലിയ സന്തോഷമാകുമെന്ന് മാത്രമല്ല, താങ്കളുടെ അടുത്ത് വലിയ സംഭാവനകൾ കൂമ്പാരമാകും. കാരണം എന്താ വെച്ചാൽ ഈ കേരളത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ വ്യവസായികളും ബിസിനസ്സുകാരും ഒക്കെ തന്നെ ഇനി താങ്കളെ വിളിച്ച് ഒന്ന് ഇങ്ങോട്ട് വന്ന് കാണും കുറേ പേര്. ഇനി ഇങ്ങോട്ട് വന്ന് കണ്ടില്ലെങ്കിൽ താങ്കളുടെ PA അങ്ങോട്ട് വിളിച്ചിട്ട് ഇലക്ഷനൊക്കെ കഴിഞ്ഞു, കുറച്ച് പണത്തിനൊക്കെ വലിയ ടൈറ്റ് ആയിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു സഹായിക്കണം എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന പണം അവരെന്ത് ചെയ്യും, കൊടുക്കും. പോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും കൊടുക്കും. നിങ്ങൾ എന്താകാൻ പോവാണ്, MLA ആവാൻ പോവാണ്. അത് MLA അല്ല, നിങ്ങൾ മന്ത്രിയാവാൻ പോവാണ്, നിങ്ങൾ MLA ആവാൻ പോവാണ്, നിങ്ങളുടെ കക്ഷി അധികാരത്തിലേക്ക് വരാൻ പോവാണ്. ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങൾ കൂടി ഇതിന്റെ പുറകിലുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ സർവേ ഇതൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ എന്നോടൊക്കെ ചോദിച്ചു നിങ്ങളുടെ പ്രവചനം തെറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ചു. തെറ്റണ ചിലപ്പോൾ തെറ്റാ, 4-ാം തീയതി ആട്ടെ, ചിലപ്പോൾ തെറ്റാൻ ശരിയാവും. പക്ഷെ അതിനു മുമ്പ് ഈ സർവേകളും ഈ പറയുന്ന ഇനി വേറൊരു തമാശകത്തിനോട് പറയാം. ഇതിനു മുമ്പ് VD സതീശൻ മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞ സർവേ വന്നിരുന്നു. അതിൽ 3000 പേരാണ് സാമ്പിൾ സൈസ്, 3000 പേരാണ്. അതിൽ 3000 പേരിൽ ഏതാണ്ട് 26% പേര് VD സതീശനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേരെ VD സതീശനെ സപ്പോർട്ട് ചെയ്തേക്കണം, എത്ര പേരാ? 25% എന്ന് പറഞ്ഞാൽ എത്ര പേര് വരും? 750 പേരാണ് എന്ത് ചെയ്തേക്കണം. അതെ, ആത്യന്തികമായിട്ട് ഇതൊരു മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാനല്ല, ഇത് വളരെ സിസ്റ്റമാറ്റിക്കായി ഇപ്പം നടത്താൻ കഴിയുന്ന ഒരു കാര്യമാണ്. വിദേശത്ത് ഏറ്റവും ആദ്യം തുടങ്ങിയതാണ്, അതിൻ്റെ ചരിത്രമൊക്കെ കറക്റ്റാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു ഒറ്റ കാര്യമുള്ളൂ, ഇത് കൃത്യമായി നടത്തണമെങ്കിൽ അതിന് വലിയ പണം വേണം, വലിയ അധ്വാനം വേണം. ഇപ്പം ഗൗതം പറയുന്ന ഒരൊറ്റ എക്സിറ്റ് പോളിൻ്റെ ഒരു ദിവസത്തേക്ക് വേണ്ടി നമ്മൾ 1 മാസം എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. കാരണം ഒരു ഏജൻസിയുടെ കയ്യിലും ഒരു സംസ്ഥാനത്തിന് വേണ്ടി 1500, 2000, 3000 സ്റ്റാഫൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സ്റ്റാഫുകൾ എടുക്കണം, അവർക്ക് ഒരാഴ്ചത്തേക്കുള്ള പേയ്മെൻറ്റ് കൊടുക്കണം, അവരെ ട്രെയിൻ ചെയ്യണം, അതിൻ്റെ മാനേജേഴ്സ് ഏറ്റവും കുറഞ്ഞത് 200 പേര് വേണം. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഹെർക്കുലിയ ടാസ്ക്കാണ് തീർച്ചയായിട്ടും. അപ്പം എക്സിറ്റ് പോൾ എന്താണ്, പ്രീ പോൾ എന്താണ്, പോസ്റ്റ് പോൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു.
ടി വിയിൽ കാണുന്നത് മാത്രമല്ല സത്യം.